നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. നരകയാതന അനുഭവിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വിദ്യാഭ്യാസ അധികാരികളും വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ APST സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിയമസഭാ മാർച്ചാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. കേരളത്തിലെ 16,000-ഓളം വരുന്ന എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്ത് നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്ക് ഉടൻ നിയമന അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് APST സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നിയമസഭാ മാർച്ചാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. നിയമസഭാ മാർച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ജനാധിപത്യ ചേരിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സംഘടിത ശക്തിയാണ് KPST സംഘടിപ്പിച്ചിരിക്കുന്ന നിയമസഭാ മാർച്ചാണിതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. ഏറ്റവും പ്രിയങ്കരായ APSTയുടെ ഈ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെല്ലാവരും ഇങ്ങോട്ട് കടന്നു വരാം, മുന്നോട്ട് കടന്നു വരാം. പ്ലീസ് എല്ലാവരും യാത അവിടെ അവസാനിപ്പിക്കരുത്. ഇവിടെ നിന്നിട്ട് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഈ നിയമസഭാ മാർച്ചിന് ആധാരമായിക്കൊണ്ട് APST ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ കുറിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധ്യാപക വർഗത്തോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടുകളെ കുറിച്ചും കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി APSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK അരവിന്ദൻ മാഷെ ക്ഷണിക്കുന്നു. ഇതിന്റെ പിറകിലേക്ക് മാറി, പ്ലീസ് പിറകിലേക്ക് മതി പ്ലീസ് അടക്കണേ. ഈ രണ്ട് സൈഡിലും പിറകിലേക്ക്. രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറിക്കാം പ്ലീസ്. രണ്ട് സൈഡിലേക്കും ഇതിന്റെ പിറകിലേക്കും മാറാം പ്ലീസ്. എല്ലാവരും ഒന്ന് നരേന്ദ്ര മാഷ് എല്ലാവരും പ്ലീസ്. ഈ ധർണ, ഈ നിയമസഭാ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയങ്കനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ PK അരവിന്ദൻ മാഷ് ക്ഷണിക്കുന്നു. അവിടെ മുദ്രാവാക്യങ്ങൾ നിർത്തിയ പ്ലീസ് എല്ലാവരും കൊണ്ടുവരാം. ബഹുമാന്യനായ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ
അബ്ദുൾ മജീദ് അല്പസമയത്തിനുള്ളിൽ ഈ നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളുടെയും ജീവനക്കാരുടെയും പ്രതീക്ഷയായ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ ഈ മാർച്ചിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ KPSCയുടെ എല്ലാ തലത്തിലുള്ള നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കേരളത്തിൽ ഏറ്റവും നിരാശാജനകമായ ഒരു ഗവൺമെന്റാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തെളിവാണ് ഈ പരീക്ഷാകാലത്തും അധ്യാപകർക്ക് നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുള്ളത്. അങ്ങ് കോഴിക്കോട് 6 വർഷമായി ശമ്പളം കിട്ടാത്ത ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലുള്ള ആളുകൾ ഇപ്പോഴും അറിയാത്ത ഭാവം നടിക്കുകയാണ്. കേരളത്തിലെ ഒരു അലീന ബെന്നി ടീച്ചർ മാത്രമല്ല ഈ തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നത്. ഈ സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ക്രൂരത സഹിക്കാൻ കഴിയാതെ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 16,000-ഓളം അധ്യാപകർക്ക് ഇപ്പോഴും ആനുകൂല്യങ്ങൾ കിട്ടാതെ, തസ്തിക അംഗീകരിക്കാതെ, ശമ്പളം കിട്ടാത്ത സാഹചര്യം ഗവൺമെന്റ്, മിസ്റ്റർ മുഖ്യമന്ത്രി, ഈ കേരളത്തിൽ ഇപ്പോ നിലവിലുണ്ട് എന്ന് പറയാൻ KPSCA തയ്യാറാവുകയാണ്. ഈ 16,000-ഓളം അധ്യാപകർക്ക് ശമ്പളം കിട്ടാൻ നിങ്ങൾ തടസ്സമായി പറയുന്നത് കേരളത്തിലെ ഭിന്നശേഷി നിയമനമാണ്. കേരളത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ആകെ ഇപ്പോ ഉള്ളത് 300-ൽ താഴെ അധ്യാപകർ മാത്രമാണ്. 300-ൽ താഴെ മാത്രം അധ്യാപകർ ഭിന്നശേഷിക്കാരായി നിലനിൽക്കുമ്പോ 16,000-ഓളം അധ്യാപകരെ ആ പേര് പറഞ്ഞ് പുറത്തു നിർത്തുന്ന നയമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു ഭാഗത്ത് നിയമന നിരോധനമാണ്. ഗവൺമെന്റ് അതുപോലുള്ള പൊതുവിദ്യാലയങ്ങളിലുള്ള അവധികൾ, അതുപോലെ തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അവിടെ നിയമനം നടത്താതിരിക്കുക. 2020 മുതൽ ഒരൊറ്റ അഡീഷണൽ വേക്കൻസി പോലും ഈ സർക്കാർ വെച്ചിട്ടില്ല. 2021 ശേഷം, നവംബറിന് ശേഷമുള്ള അധ്യാപകരെ കരാർ ജീവനക്കാരാക്കാൻ ശ്രമിക്കുന്നു. ഇവർ അധികാരത്തിലേറിയത് മുതൽ ശമ്പളം കിട്ടാത്ത നിരവധി അധ്യാപകർ. ആ രീതിയിൽ അധ്യാപകർക്ക് ശമ്പളമില്ലാത്ത, സംതൃപ്തമായ വിദ്യാലയ അന്തരീക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഹതഭാഗ്യയായ അധ്യാപികയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അവരുടെ കുടുംബത്തെ കുറിച്ച് സർക്കാരെ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഒരു പിതാവോ ഒരു മാതാവോ, അവിടെ 3 പെൺകുട്ടികളാണ്. അതിൽ 29 വയസ്സായ ആ കുടുംബത്തെ രക്ഷിക്കും എന്ന് കരുതിയിരുന്ന, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി കഴിഞ്ഞിരുന്ന അലീന ബെന്നി 6 വർഷക്കാലം ജോലി കിട്ടാത്ത ശമ്പളം കിട്ടാത്ത സാഹചര്യം. ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതായപ്പോ എല്ലാവരും എന്നെ ആശ്രയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ആണ് അലീന ബെന്നിക്ക് അത് താങ്ങാനാവാതെ മരണം സംഭവിച്ചിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതേ അവസ്ഥയാണ്, മാനസികാവസ്ഥ കുറച്ചുകൂടി ശക്തമാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ അധ്യാപകർ പിടിച്ചു നിൽക്കുന്നത് 16,000-ഓളം. നിങ്ങൾ ചെയ്യുന്ന കൊടിയ പാപം എന്ന് പറയുന്നത് 320 ആളുകൾ നിർത്തിക്കൊണ്ട് 16,000-ന് ശമ്പളം കൊടുക്കാത്ത നിയമന നിരോധനം പോലെ ആനുകൂല്യ നിരോധനവും ഇടത് സർക്കാർ തുടർന്നു കൊണ്ടുപോകുന്നു. അതിനെതിരായി അവസാന ശ്വാസം വരെ KPSCA പോരാടും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിയമന നിരോധനത്തിന്റെ മാത്രമല്ല, ആനുകൂല്യ നിരോധനത്തിന്റെ മാത്രമല്ല, ഈ മേഖലകളിൽ അൺഎക്കണോമിക് സ്കൂളുകൾ, ആ സ്കൂളുകളിൽ ഇപ്പൊ പെൻഷൻ ആവാൻ പോകുന്ന ആളുകൾ പോലും ഒരാനുകൂല്യവും കിട്ടാതെ പുറത്തു പോകേണ്ട സാഹചര്യമാണ്. ഈ രീതിയിലാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ NPS, ഇതിനൊക്കെ ഉത്തരവാദി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ആളുകളാണ്. കോൺഗ്രസ് ഗവൺമെന്റ് നേരത്തെ ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നു. അതിന് കാരണം അടൽ ബിഹാരി വാജ്പേയി ഒരു കമ്മീഷനെ വെച്ചിട്ട് NPS നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ ബഡ്ജറ്റ് പ്രൊവിഷൻ എമൗണ്ട് പോലും തരില്ല എന്ന് പറഞ്ഞപ്പോ
28 സംസ്ഥാനങ്ങളിൽ 26ാമതായിട്ടാണ് ഉമ്മൻചാണ്ടി ഇത് ഓപ്റ്റ് ചെയ്തത്. അതിനുശേഷം കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ്, കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള ഗവൺമെന്റ് വന്നപ്പോ PFRDA നിയമം മയപ്പെടുത്തുകയും അതിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വീണ്ടും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചു പോകാം എന്ന പ്രൊവിഷൻ ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചുപോയത്. ഇവിടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചു വരും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞവരാണ് ഇടതുപക്ഷം. അതിന് വന്നതിന് ശേഷം ഒരു കമ്മീഷൻ വെച്ചു. കമ്മീഷൻ വെക്കുന്ന കാലയളവിൽ ഓരോ മേഖലയെയും ഇവർ NPS-ലേക്ക് കൊണ്ടുപോയി. ഓരോ മേഖലയും NPS-ലേക്ക് കൊണ്ടുപോയി. ഒരു തലവും തിരിച്ചു കൊണ്ടുവന്നില്ല. അത് മാത്രവുമല്ല, രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോ ഈ അവസാന ഘട്ടം 2023 നവംബർ മാസത്തിൽ ഇവർ ലോൺ എടുത്തിരിക്കുന്നത് 1875 കോടി ഉറപ്പിക സർക്കാരെ പറയണം, ജീവനക്കാരോട് പറയണം, നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തുടരില്ല എന്നും NPS പ്രകാരമുള്ള ബോണ്ട് കൊണ്ടുമാണ് 1005 കോടി ഉറുപ്പിക കടമെടുത്തിരിക്കുന്നത്. എന്തിനാ സർക്കാർ ഈ വർഗവഞ്ചന? എന്തിനാണ് ഈ വഞ്ചന, ജീവനക്കാരോടുള്ള വഞ്ചന? ഇതിന്റെ കൂടെ നിൽക്കുന്ന ഭരണപക്ഷ ഓശാന പാട്ടുകാർ ഇപ്പോഴും അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനപക്ഷ ബദൽ, ഹൃദയപക്ഷ ബദൽ. ആ ബദലിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ മെമ്പർഷിപ്പ് തുകയും പ്രവർത്തന ഫണ്ട് വാങ്ങിക്കൊണ്ട് ഈ ഗവൺമെന്റിന് വേണ്ടി പറയുകയാണ്. നമ്മുടെ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള അവസ്ഥ എന്താ? ജീവനക്കാർക്ക് 19% ഇപ്പൊ കുടിശ്ശികയുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന 2%, മൊത്തം 21% ആനുകൂല്യം DA കുടിശ്ശികയാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാണ്ട് 21%, 1/5 ഈ സർക്കാർ നിങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നു. ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ജീവനക്കാർ കത്താണിയായി, ജനങ്ങൾ കത്താണിയായി. പ്രതിപക്ഷ നേതാവിന് അഭിവാദ്യങ്ങൾ. പ്രതിപക്ഷ നേതാവിനെ അഭിവാദ്യം ചെയ്തേ മതിയാവൂ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജീവനക്കാർക്ക് അത്താണിയായി നിന്നുകൊണ്ട് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പറയാനല്ല, ജനങ്ങൾക്ക് വേണ്ടി പറയാനാണ് ഞങ്ങൾ നിയമസഭയിൽ വരുന്നത് എന്ന് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ആ അസൈൻമെന്റ് എന്താ? കേരളത്തിൽ UDF-നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന അസൈൻമെന്റ് ആണ്. അത് ഏറ്റെടുത്ത് ജനങ്ങളോടും ജീവനക്കാരോടും ഒപ്പം നിന്നുകൊണ്ട്, നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പോരാടുന്ന അദ്ദേഹത്തെ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ശ്രീ VD സതീശൻ അവർകളെ ഏറെ ആദരവോടുകൂടി ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ G സുബോധൻ അവർകളെ ഈ യോഗത്തിലേക്ക്, ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K അബ്ദുൽ മജീദ് സാറിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ വട്ടപ്പാറ അനിൽകുമാർ സാറിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ B സുനിൽകുമാർ, അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ N രാജ്മോഹൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീ B ബിജു, അനിൽ വെഞ്ഞാറമൂട്, ശ്രീ സാജു ജോർജ്, ശ്രീ PS ഗിരീഷ് കുമാർ, ശ്രീ അരുണ ടീച്ചർ, ശ്രീ GK ഗിരീഷ് ഉൾപ്പെടെ എല്ലാ വൈസ് പ്രസിഡന്റുമാരെയും, അതോടൊപ്പം തന്നെ എല്ലാ സെക്രട്ടറിമാരെയും, അതോടൊപ്പം തന്നെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും, അതുപോലെ റവന്യൂ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ, എല്ലാ തലങ്ങളിലുള്ള KPSCയുടെ നേതാക്കളെയും മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഭാവി ശോഭനമാണ്. നിയമന അംഗീകാരത്തിന്റെയും NPS-ന്റെയും പ്രശ്നത്തിൽ ഇനിയും സർക്കാർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവസാന ശ്വാസം വരെ KPSCയെ പൊരുതും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K അബ്ദുൽ മജീദ് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് KPSCയുടെ എല്ലാ പരിപാടികളിലും
നമ്മളോടൊപ്പം നിൽക്കുന്ന നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സാർ അവർ, അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ G സുബോധൻ സാർ അവർ, അതുപോലെ KPSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK അരവിന്ദൻ, സംസ്ഥാന ട്രഷറർ ശ്രീ അനിൽകുമാർ വട്ടപ്പാറ ഉൾപ്പെടെയുള്ള KPSTയുടെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, KPSTയെ ഇത് അലീന ബിന്നിയുടെ മരണത്തിന് ശേഷം നടത്തുന്ന 3ാമത്തെ സമരമാണ് ഇന്ന് നിയമസഭയിലേക്ക് നടത്തുന്ന ഈ മാർച്ച്. കോഴിക്കോട്ട് താമരശ്ശേരിയിലുള്ള അലീന ബിന്നിയുടെ മരണത്തിന് കാരണക്കാർ ആരെന്ന് കണ്ടെത്താൻ ഇതുവരെ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അലീന ബിന്നി ആദ്യം നിയമിക്കപ്പെടുന്നത് 2019 ലീവ് വേക്കൻസിയിലാണ്. ആ ലീവ് വേക്കൻസി നിയമിക്കപ്പെട്ടപ്പോൾ അലീന ബിന്നിക്ക് കേട്ടറ്റ് യോഗ്യതയില്ലായിരുന്നു. ആ നിയമനം അംഗീകരിക്കാത്തതിന്റെ ന്യായമുണ്ട്, നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷേ കോവിഡിന് ശേഷം 2021 അലീന ബിന്നിയെ വീണ്ടും ടെർമിനേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 2009 മുതൽ 2019 വരെ 10 വർഷത്തെ ലീവ് എടുത്ത ഒരു അധ്യാപിക ആ ലീവ് കഴിഞ്ഞതിന് ശേഷവും വിദ്യാലയത്തിൽ പ്രവേശിക്കാതെ വന്നപ്പോൾ അവർക്ക് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നും അതിന് താല്പര്യമില്ല എന്നും തനിക്ക് ജോലിയിൽ തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് മാനേജർക്കുൾപ്പെടെ ഇമെയിൽ സന്ദേശം നൽകിയത് കാരണം ആ പോസ്റ്റ് ആ അധ്യാപികയെ ടെർമിനേറ്റ് ചെയ്ത് പകരം അത് പെർമനന്റ് വേക്കൻസി ആക്കി തരണമെന്ന മാനേജ്മെന്റിന്റെ തീരുമാനത്തെ, അതല്ലെങ്കിൽ ആ അപേക്ഷയെ അംഗീകരിക്കാതെ കാലങ്ങളായി നീട്ടിക്കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അലീന ബിന്നിയുടെ നിയമനം വൈകിപ്പോയത് എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. AO തലത്തിൽ 3 പ്രാവശ്യം മടക്കി, അത് കഴിഞ്ഞ് DO തലത്തിലും DD തലത്തിലും മടക്കി. DG തലത്തിൽ ചെന്നപ്പോൾ DG ആ പോസ്റ്റിന് അംഗീകാരം കൊടുത്തത് അലീന ബിന്നിക്കല്ല, അലീന ബിന്നിയുടെ പോസ്റ്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അംഗീകാരം കൊടുത്തത് വേറൊരു അധ്യാപകന്റെ പേര് വെച്ചിട്ട് അംഗീകാരം കൊടുത്ത ഈ വിദ്യാഭ്യാസ അധികാരികളാണ് അലീന ബിന്നിയുടെ മരണത്തിന്റെ കാരണക്കാരെന്ന് KPSTയെ തെറപ്പിച്ചു പറയുന്നു. അതല്ലാതെ KSTക്കാരൻ പറയുന്നത് പോലെ മാനേജ്മെന്റ് പ്രതിനിധികളാണ് എന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KPSTയെ ഈ സമരം ഏറ്റെടുത്തത് നമുക്കറിയാം. ഇതുപോലെ അലീന ബിന്നിമാർ കേരളത്തിൽ 16,000-ഓളം വരുന്ന അധ്യാപിക സുഹൃത്തുക്കൾ, അധ്യാപകന്മാർ 3, 4, 5 വർഷക്കാലമായി ജോലിയിൽ പ്രവേശിച്ച് 1 രൂപയുടെ ആനുകൂല്യം പോലും കിട്ടാതെ, നിയമനം അംഗീകാരം കിട്ടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വെറും 300-ൽ താഴെ ആളുകളുള്ള ഭിന്നശേഷിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നിയമനം നീട്ടിക്കൊണ്ടുപോകുന്ന ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിക്കൊണ്ടാണ് KPSTയെ ഈ നിയമസഭാ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും 10 മിനിറ്റ് ഇരുന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് വർഷങ്ങളോളം അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാതെ, ശമ്പളം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന, അധ്യാപക നിഷേധം നടത്തുന്ന, ജീവനക്കാരോട് നിഷേധാത്മകമായ നിലപാട് പുറപ്പെടുത്തുന്ന ഈ സർക്കാർ പുലർത്തിപ്പോരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ NPSന്റെ കാര്യത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ NPS പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം നടത്തിയവർ ഇന്ന് NPSന്റെ പേര് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും NPS തുടർന്നു കൊള്ളാമെന്ന് കേന്ദ്ര ഗവൺമെന്റിന് വാക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും അവരെ പണയം വെച്ചുകൊണ്ട് വീണ്ടും പണം പറ്റി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരമായിട്ടാണ് നമ്മൾ ഈ നിയമസഭാ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം, പാവപ്പെട്ട 7,000 രൂപ മാത്രം കിട്ടുന്ന ആശാവർക്കർമാർ 18ഓളം ദിവസം ഈ നിയമസഭയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട് അവരെ ഒന്ന് കാണാൻ പോലും മനസ്സ് കാണിക്കാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന ഈ നിയമസഭയില് കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ അലീന ബിന്നി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭ സ്തംഭിപ്പിച്ചിട്ട് ഇറങ്ങി വന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഭാവിയുടെ വാഗ്ദാനമായ ശ്രീ വി ഡി സതീശൻ എന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ നിയമസഭാ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്, ജയ് KPST. ഏറ്റവും
പ്രിയങ്കരായ അധ്യക്ഷൻ KPSTയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ മജീദ് മാസ്റ്റർ, KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരായ അഡ്വക്കേറ്റ് G സുബോധൻ, KPSTയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അരവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികളെ, ഏറ്റവും ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, നമുക്കറിയാം നിരന്തരമായ സമരപാതയിലാണ് KPST. ഇന്ന് ഈ സമരം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വിങ്ങലായി വേദനയായി താമരശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അലീന ടീച്ചറുടെ ആത്മഹത്യ മനസ്സ് വിങ്ങലുണ്ടാക്കുകയാണ്. നമുക്കറിയാം അവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ സർക്കാരിൻ്റെ നയം അധ്യാപക നിയമനത്തിൽ കാണിക്കുന്ന മനഃപൂർവമായ വൈകിപ്പിക്കും. അതാണ് 16,000-ഓളം അധ്യാപകർ, അർഹതയുള്ള അധ്യാപകർ അവരുടെ അപ്രൂവൽ കിട്ടാതെ നിൽക്കുക. എന്തുകൊണ്ടാണ്? 300-ഓളം പേരുള്ള ഭിന്നശേഷി കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതെല്ലാം സുപ്രീം കോടതി അതിന് വളരെ ക്ലാരിറ്റി വരുത്തി, വളരെ വ്യക്തത വരുത്തിയിട്ടുള്ള വിഷയമാണ്. ഇവരും ഇപ്പോഴും അതിൻ്റെ പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. നിയമനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഭിന്നശേഷിക്കാർ ഉള്ള സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? അവരെ നിയമിക്കണം. ഭിന്നശേഷിക്കാർ ഇല്ലാത്ത സ്ഥലത്ത് അത് ജനറൽ വേക്കൻസിയായി ബാക്കിയുള്ള ആളുകളെ നിയമിച്ചു കൊണ്ടുപോകണം. ഇതിന് എന്ത് തടസ്സമാണുള്ളത്? അത് വളരെ ഭംഗിയായി വൃത്തിയായി, അല്ലാതെ അവിടെ ആളില്ലാത്ത സ്ഥലത്ത് വർഷങ്ങളോളം ആൾ വരുന്നത് വരെ അത് വേക്കൻ്റ് ആയിടണമെന്നാണോ? അങ്ങനെ ചെയ്താൽ അധ്യാപകരില്ലാതെ എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്? 16,000-ഓളം അധ്യാപകരുടെ കുറവാണ്. മാത്രമല്ല സർക്കാരിന് വളരെ എളുപ്പമാണ്. അധ്യാപകരുടെ ടോട്ടൽ നമ്പർ എടുത്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് വെച്ച് കൊടുക്കുക. ഓരോ മാനേജ്മെന്റിനും അവരുടെ സ്കൂളിലെ ഈ ഭിന്നശേഷിക്കാരുടെ നമ്പർ എടുത്ത് അത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സമ്മേളനത്തിൽ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ഗവൺമെന്റിന് ഈസിയായി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം മനഃപൂർവ്വമായി വൈകിപ്പിക്കുക. ഇത് തന്നെയാണ് ജീവനക്കാരോടും അധ്യാപകരോടും ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കേണ്ട സമയമായി, എന്നിട്ട് പുതിയ ശമ്പള കമ്മീഷനെ വെച്ചിട്ട് പോലുമില്ല. പഴയ ശമ്പള കമ്മീഷന്റെ ആ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടിയോ? അതാർക്കും കിട്ടിയിട്ടില്ല. 19% DA കിട്ടിയില്ല, ലീവ് സറണ്ടർ കിട്ടിയില്ല. ഏതെല്ലാം തരത്തിൽ ജീവനക്കാരെ ദ്രോഹിക്കാൻ ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം പറഞ്ഞു. അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ ഡയറക്റ്റ് കൊടുക്കാനുള്ളത് 65,000 കോടി രൂപയാണ്. ബാക്കി മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ആകുമ്പോൾ 1,00,000 കോടിയോളം രൂപ ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി സർക്കാർ കൊടുക്കാനുണ്ട്. അതുകൂടാതെ ഈ നിയമന നിരോധനം ഫലത്തിൽ നിയമന നിരോധനമാണ്. നിയമനം നടത്താതെ പല കാരണങ്ങളുമാണ്. കോവിഡ് കഴിഞ്ഞിട്ടും കുറെ നാള് സ്റ്റാഫ് ഫിക്സേഷൻ നടത്താതെ അത് വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പിന്നീട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തേണ്ടി വന്നു. അപ്പൊ ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നം പറഞ്ഞ് വൈകിപ്പിക്കുകയാണ്. നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ്. സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പണം ഇല്ലെന്ന് തുറന്നു പറയണം. അതുകൊണ്ട് ഈ നിയമനങ്ങൾ വൈകിപ്പിക്കുകയാണ്, മനഃപൂർവ്വമായി വൈകിപ്പിക്കുക. അതുകൊണ്ടാണ് അലീന ടീച്ചർക്ക് ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പും അവിടെയുള്ള അവരുടെ നയങ്ങളുമാണ് ആ ടീച്ചറുടെ ആത്മഹത്യക്ക് കാരണം. അവരാണ് കുറ്റവാളികൾ. അവരാണ് ആത്മഹത്യാ പ്രേരണത്തിന് അവർക്കെതിരായിട്ടാണ് പ്രേരണാ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്തൊരു നടപടിയാണ്! ഇത്രയും നാൾക്ക് കിട്ടി കുറെ നാളുകളായിട്ട് ശമ്പളം കിട്ടാതെ ഇരിക്കുകയാണ് എത്രയോ അധ്യാപകർ. അപ്പോയിന്റ്മെന്റ് കിട്ടി പഠിപ്പിക്കുകയാണ്. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിപ്പിച്ചിട്ടും അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നില്ല. എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പാവപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാനായിട്ടുള്ളത്? വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായ നടപടികളും എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യുകയാണ് ഗവൺമെന്റ്. ഈ DA എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇപ്പൊ DA കുറിച്ച് മിണ്ടാട്ടമില്ല. ഈ ബജറ്റിൽ പോലും DA കുറിച്ച് പറഞ്ഞില്ല. ഇതാണ് ഗവൺമെന്റിന്റെ സമീപനം. മെഡിസപ്പ് വളരെ ദോഷകരമായി ഒരു ഗുണവും കിട്ടാത്ത രീതിയിൽ ജീവനക്കാരുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ആ പണം സർക്കാർ വേറെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾ കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. അപ്പൊ KPSTയെ ഈ സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരായി നിരന്തരമായി നടത്തുന്ന സമര പരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അസംബ്ലി മാർച്ച് നടത്തുന്നത്. ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അധ്യാപക സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിരവധി പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനിയും നിങ്ങളുടെ ശബ്ദമാകാൻ ഞങ്ങളെല്ലാം കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകും എന്ന വാക്കുകൂടി നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി ഈ നിയമസഭാ മാർച്ച് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള സുബോധൻ സാർ അവർക്ക് ആദരവ്. ഏറെ പ്രിയം നിറഞ്ഞ പ്രതിഷേധിച്ചുകൊണ്ട് KPSTA സംഘടിപ്പിച്ചിരിക്കുന്ന നിയമസഭാ മാർച്ചാണിതാ. KPSTA സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദും ജനറൽ സെക്രട്ടറി PK അരവിന്ദനും സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാറും സീനിയർ വൈസ് പ്രസിഡന്റ് B സുനിൽകുമാറും അസോസിയേറ്റ് കുറിച്ചുകൊണ്ടുള്ള നിയമസഭാ മാർച്ചാണിതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. നിയമസഭാ മാർച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ജനാധിപത്യ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.